Very good morning to all. Today we will discuss about the contributors of management thought. ആൻഡ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതേ ടോപ്പിക്ക് തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ കുറച്ച് കോൺട്രിബ്യൂട്ടേഴ്സിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഇന്ന് നമ്മൾ അടുത്ത സെറ്റ് കഴിഞ്ഞ കോൺട്രിബ്യൂട്ടേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ് തോട്ട് അധികവും നമ്മൾ പറഞ്ഞിട്ടുള്ളത് ക്ലാസിക്കൽ തിയറി ഓഫ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ്. ഇന്ന് നമ്മൾ പറയുന്നത് ഹ്യൂമൻ റിലേഷൻ മൂവ്മെൻറ്റ് നിയോ ക്ലാസിക്കൽ തിയറി ഓഫ് മാനേജ്മെൻറ്റായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോൺട്രിബ്യൂഷൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എൽട്ടൺ മേയോ. സോ നോക്കുക, എൽട്ടൺ മേയോ വാസ് ബോൺ ഇൻ ഓസ്ട്രേലിയ ഇൻ 1880. എൽട്ടൺ മേയോ started his work at Hawthorne in 1924. In 1927, a group of researchers led by Elton Mayo and Fritz Rothenberger, the Hawthorne experiment brought out that the productivity of the employees. Mayo's ideas was that logical factors were far less important than emotional. നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കുക. എൽട്ടൺ മേയോ 1880 ഓസ്ട്രേലിയയിലാണ് ജനിക്കുന്നത്. എൽട്ടൺ മേയോ അയാളുടെ ജോലി ആരംഭിക്കുന്നത് 1924 ഹോത്രോണിലാണ്. 1927 ഗ്രൂപ്പ് ഓഫ് റിസർച്ചേഴ്സ് ഒരു റിസർച്ച് ചെയ്യുന്ന ആളുകൾ എൽട്ടൺ മേയോയും അതേപോലെ ഫെറിറ്റ്സ് റോത്തിൽസ്ബർഗറും ചേർന്ന് നയിച്ച ആളുകളാണ് നമ്മൾ ഈ ഹോത്രോൺ എക്സ്പെരിമെൻ്റ് എന്ത് ചെയ്യണത്, കണ്ടക്ട് ചെയ്യണത്. സോ ഹോത്രോൺ എക്സ്പെരിമെൻറ്റ് എന്തിനു പറ്റിയിട്ടാണെന്നുള്ളത് അറിയാം, നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തതാണ്. ദ ഹോത്രോൺ എക്സ്പെരിമെൻറ്റ് ബ്രോട്ട് ഔട്ട് ദാറ്റ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ദി എംപ്ലോയീസിൻ്റെ പ്രൊഡക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു. അതിൽ മേയോയുടെ ഐഡിയ വാസ് ദാറ്റ് ലോജിക്കൽ ഫാക്ടേഴ്സ് വേർ ഫാർ ലെസ് ഇമ്പോർട്ടൻറ്റ് ദാൻ ഇമോഷണൽ. ലോജിക്കൽ ഫാക്ടേഴ്സിന് കുറച്ച് ഇമ്പോർട്ടൻസ് ആണ് കൂടുതൽ, എന്തിനാണ് ഇമോഷണൽ ഫാക്ടേഴ്സിനാണ് എന്ത് ചെയ്യുന്നത്, പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇയാളുടെ മൊത്തം കോൺട്രിബ്യൂഷനെ പ്രധാനമായിട്ട് 4 തരംതിരിക്കാം. കോൺട്രിബ്യൂഷൻസ് ഓഫ് എൽട്ടൺ മേയോ: ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച്, നോൺ എക്കണോമിക് അവാർഡ്സ്, സോഷ്യൽ മാൻ ആൻഡ് ഓർഗനൈസേഷൻ ആസ് എ social system. Human relation approach. Mayo is rightly called the father of human relation movement. എന്നറിയപ്പെടുന്നത് എൽട്ടൺ മേയോ ആണ്. ഹിസ് ഐഡിയാസ് വെർ മൈൽസ്റ്റോൺ ആൻഡ് എ ടേണിംഗ് പോയിന്റ് ഇൻ ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് ഓഫ് ദ മാനേജ്മെൻറ്റ്. അദ്ദേഹത്തിൻ്റെ ഐഡിയകൾ ഹ്യൂമൻ റിലേഷൻ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഹ്യൂമൻ റിലേഷൻ മാനേജ്മെൻറ്റിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു, ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു, ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു. ഹി റെക്കഗ്നൈസ്ഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ഇൻ മാനേജ്മെൻറ്റിൽ മനുഷ്യൻ്റെ പ്രാധാന്യത്തിനെ പറ്റിയിട്ട് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കൂടുതലും പ്രാധാന്യം എന്തിനു കൊടുക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, മെഷീനിന് കൊടുക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ നിന്നും മനുഷ്യൻ്റെ പ്രാധാന്യം എന്ത് ചെയ്യുന്നു, എൽട്ടൺ മേയോ തിരിച്ചറിയുന്നു. And he said that human beings are complex and individual inputs into organizational performance. ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അതേപോലെ തന്നെ ഓർഗനൈസേഷൻ പെർഫോമൻസിലൊരു ഇൻഡിവിജ്വൽ ഇൻപുട്ട് തന്നെയാണ്, ഒരു സോളോ ഇൻപുട്ട് തന്നെയാണ്. ആൻഡ് ദ സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ നീഡ്സ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് കനോട്ട് ബി ഇഗ്നോർഡ് ഇഫ് മാനേജ്മെൻറ്റ് വാണ്ട്സ് ടു എൻഹാൻസ് പ്രൊഡക്ടിവിറ്റി. മാനേജ്മെൻറ്റ് പ്രൊഡക്ടിവിറ്റി എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂട്ടണമെന്നുണ്ടെങ്കിൽ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ നീഡ്സ് എന്ത് ചെയ്യാൻ പാടില്ല, മറക്കുവാൻ പാടില്ല, ഇഗ്നോർ ചെയ്യുവാൻ പാടില്ല എന്നാണ് എൽട്ടൺ മേയോ പറഞ്ഞിട്ടുള്ളത്. ദ നോൺ എക്കണോമിക് അവാർഡ്സ്. സോ ദ ഏർലിയർ അസംഷൻ വാസ് ദാറ്റ് വർക്കേഴ്സ് വിൽ വർക്ക് മോർ ഇഫ് ദേ ആർ ഓഫേർഡ് മോർ മോണിറ്ററി ഇൻസെൻറ്റീവ്സ്. അപ്പോൾ ഇതിന് മുമ്പൊക്കെ ഉള്ളൊരു അസംഷൻ എന്ന് പറഞ്ഞതാണ്, ഒരുപാട് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മോണിറ്ററി ഇൻസെൻറ്റീവ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വർക്കേഴ്സ് എന്ത് ചെയ്യും, നല്ല രീതിയിൽ എന്ത് ചെയ്യും, വർക്ക് ചെയ്യുന്നതായിരുന്നു അസംഷൻ. എൽട്ടൺ മേയോ സെഡ് ദാറ്റ് ദ ടെക്നിക് ഓഫ് എക്കണോമിക് ഇൻസെൻറ്റീവ്സ് വെർ നോട്ട് ഓൺലി ഇനാഡിക്വേറ്റ് ബട്ട് ആൾസോ അൺറിയലിസ്റ്റിക്. എൽട്ടൺ മേയോ പറഞ്ഞ ഇത് ഇനാഡിക്വേറ്റ് ആണ്, ആവശ്യമായിട്ടുള്ള ഒന്നല്ല, അതോടൊപ്പം തന്നെ റിയലിസ്റ്റിക്കും അല്ല, അൺറിയലിസ്റ്റിക്കുമാണ്. He was able to show that humane and respectful treatment, sense of participation and belonging, recognition, morale, human pride and social interactions are sometimes
മോർ ഇമ്പോർട്ടൻ്റ് ദാൻ പ്യുവർ മോണിറ്ററി റിവാർഡ്സ്. അപ്പോൾ അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നത്, ഹി വാസ് ഏബിൾ ടു ഷോ ദാറ്റ്, അല്ലേ, അദ്ദേഹം അതിന് കേപ്പബിളായി. എന്താണ് ഹ്യൂമൻ ആൻഡ് റെസ്പെക്റ്റ്ഫുൾ ട്രീറ്റ്മെൻറ്റ്, എന്താണ് മാനുഷികമായിട്ടുള്ള ബഹുമാനത്തോടെയുള്ള പെരുമാറ്റം. സെൻസ് ഓഫ് പാർട്ടിസിപ്പേഷൻ ആൻഡ് ബിലോങ്ങിങ്. എന്താ സെൻസ് ഓഫ് പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെയുള്ള ആളുകളാണ് എന്ന്, അല്ലെങ്കിൽ ബിലോങ്ങിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെയുള്ള ആളാണെന്ന് എന്ത് ചെയ്യുക, തോന്നിപ്പിക്കുക. സെൻസ് ഓഫ് ബിലോങ്ങിങ്. റെക്കഗ്നിഷൻ, അവരെ എന്ത് ചെയ്യുക, അഡ്മിറ്റ് ചെയ്യുക, അവരെ റെക്കഗ്നൈസ് ചെയ്യുക. മൊറൈൽ, ഹ്യൂമൻ പ്രൈഡ്. ഹ്യൂമൻ പ്രൈഡ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ എന്താണ് ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവുമല്ലോ. ഈ സംഭവങ്ങൾക്കൊക്കെ സോഷ്യൽ ഇൻട്രാക്ഷനൊക്കെ എന്താണ് എന്തിനേക്കാട്ടിലും കൂടുതൽ ഇമ്പോർട്ടൻ്റ്, മോണിറ്ററി റിവാർഡ്സിനേക്കാട്ടിലും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്ന് എൽട്ടൺ മേയോ പറഞ്ഞു. ദെൻ സോഷ്യൽ മാൻ. മേയോ ഡെവലപ്ഡ് ദ കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ മാൻ. എന്താണ് സോഷ്യൽ മാൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മേയോ ഡെവലപ്പ് ചെയ്തു. He said that man is basically motivated by social needs and obtain his sense of identity through the relationship with others. അദ്ദേഹം പറയുന്നത് എന്താണ്, ബേസിക്കലി എന്താണ്, ഒരു മനുഷ്യൻ മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നത് അയാളുടെ സോഷ്യൽ നീഡ്സ് കൊണ്ടാണ്. ആൻഡ് ഒബ്റ്റെയിൻ ഹിസ് സെൻസ് ഓഫ് ഐഡൻറ്റിറ്റി ത്രൂ റിലേഷൻഷിപ്പ്. അയാളുടെ ഒരു ഐഡൻറ്റിറ്റി അയാൾ ഉണ്ടാക്കിയെടുക്കുന്നത് ബാക്കിയുള്ള ആളുകളുടെ റിലേഷനിലൂടെയാണ്. He is more responsive to the social forces of the informal group rather than managerial incentives and control. എന്താണ് മാനേജ്മെൻറ്റ് കൺട്രോൾ ചെയ്യുന്നതിനും അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ മാനേജീരിയൽ റെസ്പോൺസിബിലിറ്റിക്ക് അപ്പുറത്തേക്ക്, മാനേജ്മെൻറ്റിൽ നിന്നും കിട്ടുന്ന ഇൻസെൻറ്റീവ്സിൻ്റെ അപ്പുറത്തേക്ക് അദ്ദേഹം കൂടുതൽ എന്താണ് റെസ്പോൺസീവ് ആവുക സോഷ്യൽ ഫോഴ്സസ് ഓഫ് എന്താണ് ഇൻഫോർമൽ ഗ്രൂപ്പാണ്. അല്ലെങ്കിൽ ഇൻഫോർമൽ ഗ്രൂപ്പിലുള്ള, അല്ലെങ്കിൽ അവരുടെ എന്താണ് ആ സർക്കിളിലുള്ള എന്താണ് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ കൂടെയുള്ള എന്താണ് ഒരു പക്ഷേ നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ടീച്ചർ പറയുമ്പോൾ കേൾക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സ് പറയുമ്പോൾ കേൾക്കും. ഓക്കെ, അതെന്തുകൊണ്ടാണ്? ആ ഇൻഫോർമൽ ഗ്രൂപ്പിലുള്ള നിങ്ങൾക്കുള്ള റെസ്പോൺസിബിലിറ്റീസ് കൊണ്ടാണ്, അല്ലേ. അതാണ് എന്ത് പറഞ്ഞത്, എൽട്ടൺ മേയോ പറഞ്ഞത് എന്താണ്, ഒരാൾ കൂടുതൽ റെസ്പോൺസീവ് ആവുക അയാളുടെ സോഷ്യൽ ഗ്രൂപ്പിലുള്ള ഫോഴ്സസ് കൊണ്ടാണ്, അല്ലാതെ എന്തല്ല മാനേജ്മെൻറ്റ് ഇൻസെൻറ്റീവ് കിട്ടുന്നതിനെ കൊണ്ട് ആയിരിക്കുകയില്ല എന്ന്. ആൻഡ് ഹി ആൾസോ റിലേറ്റഡ് ദ പ്രൊഡക്ടിവിറ്റി ടു എ സോഷ്യൽ ഫിനോമിനോൺ. എന്താണ് പ്രൊഡക്ടിവിറ്റി ഒരു സോഷ്യൽ ഫിനോമിനോൺ ആയിട്ടാണ് ആര് കണ്ടിട്ടുള്ളത്, എൽട്ടൺ മേയോ കണ്ടിട്ടുള്ളത്. ദെൻ ഓർഗനൈസേഷൻ ആസ് എ സോഷ്യൽ സിസ്റ്റം. ഓർഗനൈസേഷൻ എന്തായിട്ട് കണ്ടു, ഒരു സോഷ്യൽ സിസ്റ്റമായിട്ട് കണ്ടു. മേയോ വാസ് ഓഫ് ദ വ്യൂ ദാറ്റ് ഇൻഫോർമൽ റിലേഷൻഷിപ്പ് ഇൻ ദ ഓർഗനൈസേഷൻ ആർ മോർ ഇഫക്റ്റീവ് ദാൻ ഫോർമൽ റിലേഷൻഷിപ്പ്. ഒരു സ്ഥാപനത്തിലെ ഇൻഫോർമൽ റിലേഷൻഷിപ്പ് എന്തിനേക്കാട്ടിലും കൂടുതൽ ഇഫക്റ്റീവാണ്, ഫോർമൽ റിലേഷൻഷിപ്പിനേക്കാട്ടിലും കൂടുതലാണ് എന്ന് എൽട്ടൺ മേയോ പറയുന്നു. People form informal groups to give a bend to their feelings and seek guidance for action from such groups. എന്താണ് ഈ ഇൻഫോർമൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ടേസ്റ്റും പ്രിഫറൻസിനൊക്കെ അനുസരിച്ചിട്ട് ഉണ്ടാകുന്ന ഗ്രൂപ്പാണ് എന്ത് ഇൻഫോർമൽ ഗ്രൂപ്പ്. അതായത് വ്യക്തിബന്ധങ്ങളിലൂടെയൊക്കെ ഉണ്ടാകുന്ന ഗ്രൂപ്പിനെയാണ് ഈ ഇൻഫോർമൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, അല്ലേ. ഫോർമൽ എന്ന് പറയുമ്പോൾ എന്താണ് അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, റിലേഷൻഷിപ്പ് അനുസരിച്ചിട്ടാണ് എന്തുണ്ടാവുക, ഫോർമൽ ഗ്രൂപ്പ് ഉണ്ടാവുക. അപ്പോൾ ഇൻഫോർമൽ ഗ്രൂപ്പ് കുറച്ചും കൂടി എന്താണ് ശക്തമാണ്, അല്ലെങ്കിൽ മോർ ഇഫക്റ്റീവാണ് എന്നാണ് അവർ പറയുന്നത്, എൽട്ടൺ മേയോ പറയുന്നത്. സോ പീപ്പിൾ ഫ്രം ഇൻഫോർമൽ ഗ്രൂപ്പ്സ് ടു ഗിവ് എ ബെൻഡ് ടു ദെയർ ഫീലിങ്സ് ആൻഡ് സീക്ക് ഗൈഡൻസ്. എന്താണ് അപ്പോൾ ഈ ആളുകൾ ഇൻഫോർമൽ ഗ്രൂപ്പിലേക്ക് വരുന്നതിനാണ് അവരുടെ ഫീലിങ്സ് റിക്കഗ്നൈസ് ചെയ്യാനും അതേപോലെ എന്താണ് അവരുടെ പ്രവർത്തനങ്ങൾ ഗൈഡ് ചെയ്യാനും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, ആ ഗ്രൂപ്പിൽ നിന്നുള്ള ഗൈഡൻസ് കിട്ടും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്, ഈ ഇൻഫോർമൽ ഗ്രൂപ്പിലേക്ക് വരുന്നത്. അടുത്ത ആളാണ്, ഇത്രയാണ് എന്താ നമ്മൾ പറഞ്ഞത് എൽട്ടൺ മേയോയുടെ കോൺട്രിബ്യൂഷൻ. അടുത്ത ആളാണ് മേരി പാർക്കർ ഫുള്ളറ്റ്, 1868 മുതൽ 1933 വരെ. സോ മേരി പാർക്കർ ഫുള്ളറ്റ് ഈസ് എ വെൽ നോൺ ഇൻ ദ ഫീൽഡ് ഓഫ് മാനേജ്മെൻറ്റ് തിയറി for her humanistic and socially just viewpoint on management structures and conflict resolution with the organization. മേരി പാർക്കർ ഫുള്ളറ്റ് എന്ന് പറയുന്ന ആൾ ഇൻ ദ ഫീൽഡ് ഓഫ് മാനേജ്മെൻറ്റിൽ വളരെ എമിനൻ്റ് ആണ്, അല്ലെങ്കിൽ വളരെ അറിയപ്പെടുന്ന ഒരാളാണ്.
എന്താണ് അവരുടെ ഹ്യൂമനിസ്റ്റിക് ആൻഡ് സോഷ്യലി ജസ്റ്റ് വ്യൂ പോയിൻ്റ്, മാനുഷികവും സാമൂഹ്യപരവുമായിട്ടുള്ള അവരുടെ കാഴ്ചപ്പാടിനെ കൊണ്ട് എന്തിനെ പറ്റിയിട്ട് മാനേജ്മെൻറ്റ് സ്ട്രക്ചറിനെയും കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷനൊക്കെ പറ്റി ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള പരിഹാരങ്ങളെയും ആ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറിനെയൊക്കെ പറ്റിയിട്ടുള്ള മാനുഷികവും സാമൂഹികവുപരമായ കാഴ്ചപ്പാട് കൊണ്ട് മേരി പാർക്കർ ഫോളറ്റ് എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് തിങ്കർ വളരെ എന്താണ് പ്രശസ്തയാണ്. Follett built on classical management principles to lay the foundation for much of the modern management theory ideas in use today. അപ്പം എന്താണ് അപ്പോൾ ഇവർ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിക്കൽ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പളിനെ ബേസിക് ആക്കിക്കൊണ്ട് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് മോഡേൺ മാനേജ്മെൻറ്റ് തിയറികൾ എന്ത് ചെയ്തു, ബിൽറ്റ് ചെയ്തവരുണ്ടാക്കിയിട്ടുണ്ട്. And Mary Parker Follett is also highly regarded as one of the forerunners of feminist organizational theory, which advocated defining organizational and management concepts through the woman's ways of knowing and navigating the social world. എന്താണ് അതേപോലെ തന്നെ എന്താണ് ഫെമിനിസ്റ്റ് ഓർഗനൈസേഷണൽ തിയറിയുടെ എന്താണ് വളരെ വലിയ ഒരു വക്താവാണ് മേരി പാർക്കർ ഫോളറ്റ്. അതായത് സ്ത്രീയുടെ കാഴ്ചപ്പാടിൽ മാനേജ്മെൻറ്റ് കൺസെപ്റ്റിനെയും ഓർഗനൈസേഷനൊക്കെ നോക്കിക്കാണുന്നതാണ് എന്ത് ഫെമിനിസ്റ്റ് ഓർഗനൈസേഷണൽ തിയറി എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എന്താണ് തുടക്കത്തിലുള്ള ഒരാളാണ് മേരി പാർക്കർ ഫോളറ്റ്. അപ്പോൾ അവരുടെ പ്രധാനമായിട്ടുള്ള അവരുടെ കോൺട്രിബ്യൂഷൻസ്: വർക്കേഴ്സ് ഷുഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ സോൾവിങ് പ്രോബ്ലംസ്, മാനേജേഴ്സ് നീഡ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് വർക്കേഴ്സ്, ഗോൾ ഇംപ്രൂവ് കോർഡിനേഷൻ, മാനേജേഴ്സ് നീഡ് ടു എസ്റ്റാബ്ലിഷ് ഗുഡ് വർക്കിംഗ് റിലേഷൻഷിപ്പ് വിത്ത് എംപ്ലോയീസ്. ഇതൊക്കെ അവരുടെ കോൺട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അവരുടെ കോൺട്രിബ്യൂഷനെ പറ്റി നോക്കാൻ മാനേജ്മെൻറ്റ് തിയറി. സോ ഫോളറ്റ് വർക്ക്സ് ഡ്യൂ ഫ്രോം ആൻഡ് കോൺട്രിബ്യൂട്ടഡ് ടു ദ മാനേജ്മെൻറ്റ് തിയറി ഓർ മോഡേൺ മാനേജ്മെൻറ്റ് തിയറി. എന്താണ് മാനേജ്മെൻറ്റ് മോഡേൺ മാനേജ്മെൻറ്റ് തിയറിക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കോൺട്രിബ്യൂഷനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നടത്തിയിട്ടുണ്ട്. And this refers to the contemporary science of examining the functions of organizational structures and hierarchies of authority. എന്താണ് അതായത് ഇപ്പോഴുള്ള കണ്ടംപററി സയൻസ് ഓഫ് എക്സാമിനിങ് ദ ഫങ്ഷൻസ് ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചറും അതോറിറ്റി ഹയറാർക്കിയെ പറ്റിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഫങ്ഷൻസ് എക്സാമിൻ ചെയ്യുന്ന തിയറീസൊക്കെ ആര് പറഞ്ഞിട്ടുള്ളതാണ്, മാനേജ്മെൻറ്റ് തിയറിയിൽ മേരി പാർക്കർ ഫോളറ്റ് പറഞ്ഞിട്ടുണ്ട്. And this include not just the study of productivity but also how power is constructed and how disputes are resolved. ഇത് എന്തിനെ പറ്റിയുള്ള പഠനം മാത്രമല്ല, പ്രൊഡക്ടിവിറ്റിയെ പറ്റിയിട്ടുള്ളൊരു കേവല പഠനം മാത്രമല്ല, അതിന് പകരമായിട്ട് എങ്ങനെയാണ് പവർ കൺസ്ട്രക്റ്റ് ചെയ്യുന്നതും എങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ പ്രശ്നങ്ങൾ റിസോൾവ് ചെയ്യണം, ഡിസ്പ്യൂട്ട്സുകളൊക്കെ എന്ത് ചെയ്യണത് പരിഹരിക്കണത്, കുഴപ്പങ്ങളുണ്ടാകുമ്പോൾ എങ്ങനെയാണ് പരിഹരിക്കണതെന്നൊക്കെ എന്ത് ചെയ്യണത് ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് കോഎക്സീവ് ആൻഡ് കോആക്റ്റീവ് എന്നാണ് പവർ. സോ മേരി പാർക്കർ ഫോളറ്റ് എംബ്രേസ്ഡ് ദ ടു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പവർ. അവർ പറയുന്നത് എന്താണ്, രണ്ട് തരത്തിലാണ് പവർ ഉള്ളത്. ഒന്ന് കോഎസീവും പവറും, അതേപോലെ എന്താണ് കോആക്റ്റീവ് പവറും. കോഎസീവ് പവർ ഈസ് ദ പവർ ഓഫ് വൺ ഗ്രൂപ്പ് ഓർ ഇൻഡിവിജ്വൽ ഓവർ അനദർ, വൈൽ കോആക്റ്റീവ് പവർ ഇൻവോൾവ്സ് ദ ഷെയറിംഗ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റിവാർഡ്സ് വിത്തിൻ എ പവർ സ്ട്രക്ചർ. കോർസീവ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഓഫ് വൺ ഗ്രൂപ്പ് ഓർ ഇൻഡിവിജ്വൽ ഓവർ അനദർ. ഒരു ഗ്രൂപ്പിന് വേറെ ഒരു ഗ്രൂപ്പിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഒരാൾക്ക് വേറൊരാളുടെ മുകളിലോ ഉള്ള പവറിനെയാണ് എന്ത് പറയുന്നത്, കോർസീവ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് നിങ്ങളുടെ മുകളിലുള്ള അധികാരം, അതെന്താണ്, ഞാനെന്ന വ്യക്തിക്ക് നിങ്ങളുടെ മുകളിലുള്ള അധികാരമാണ്, അതാണ് കോർസീവ് പവർ എന്ന് പറയുന്നത്. വൈൽ കോ ആക്റ്റീവ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് ദ ഷെയറിംഗ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റിവാർഡ്സ് വിത്തിൻ എ ഒരു പവർ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എൻ്റെ റെസ്പോൺസിബിലിറ്റീസും അതേപോലെ റിവാർഡ്സും ഒക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്ത് ചെയ്യാം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോ ആക്റ്റീവ് പവർ എന്ന് പറയുന്നത്. Then conflict resolution as defined by Follett was an alternative dispute resolution strategy designed to reframe the problem so that the outcome is a balanced result of the interest of all parties involved. കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്താണ്, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുക, എങ്ങനെ സോൾവ് ചെയ്യാം. അപ്പോൾ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷനിൽ പറയുന്നത് എന്താണ്, ഫോളറ്റ് ഡിഫൈൻ ചെയ്യുന്നത്, ഇറ്റ് വാസ് എൻ ആൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ സ്ട്രാറ്റജി
ഒരു പ്രശ്നപരിഹാരത്തിനുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ഡിസൈൻഡ് ടു റീഫ്രെയിം ദ പ്രോബ്ലം. പ്രോബ്ലത്തിന് റീഫ്രെയിം ചെയ്യുക, വീണ്ടും വേറൊരു രീതിയിലേക്ക് റീഫ്രെയിം ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ സോ ദാറ്റ് ദ ഔട്ട്കം ഈസ് എ ബാലൻസ്ഡ് റിസൾട്ട് ഓഫ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഓൾ പാർട്ടീസ് ഇൻവോൾവ്. അങ്ങനെ റീഫ്രെയിം ചെയ്യുന്ന സമയത്ത് അതിൽ അടങ്ങിയിട്ടുള്ള പാർട്ടികൾ ആരാണോ ഉള്ളത് അവരുടെ ഔട്ട്കം, അതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് എന്തായിരിക്കും, എല്ലാ പാർട്ടികളുടെയും റിസൾട്ട് ബാലൻസ്ഡ് ആയിട്ട് വരും. അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ളതായിരിക്കും. അപ്പോൾ അതിനെയാണ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷനിൽ ഇത്രേ പറയുന്നുള്ളൂ, ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ആ പ്രോബ്ലത്തിൻ്റെ റീഫ്രെയിം ചെയ്തിട്ട് എല്ലാ ആൾക്കും പറ്റുന്ന രീതിയിൽ എല്ലാ അതിൽ പ്രോബ്ലത്തിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ ആളുകളെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ റീഫ്രെയിം ചെയ്യുക എന്നാണ് മേരി പാർക്കർ ഫോളക്റ്റ് പറഞ്ഞിട്ടുള്ളത്. ഇനി ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. സോ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഓർ മാനേജ്മെൻറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ മേരി പാർക്കർ ഫോളക്റ്റ് ആസ് എ പ്രോസസ് ഓഫ് കൺട്രോളിങ് പ്രോസസ്സസ് ആൻഡ് ഇവൻറ്റ് ടു അച്ചീവ് റിസൾട്ട് ദാറ്റ് ടാർഗറ്റ് എ സ്പെസിഫിക് ഹ്യൂമൻ ബെനിഫിറ്റ് എന്നാണ് മേരി പാർക്കർ ഫോളക്റ്റിൻ്റെ ഡെഫിനിഷൻസൊക്കെ നമ്മൾ ഇതിൻ്റെ മുന്നേയും പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിലുള്ളൊരു ഡെഫിനിഷനാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ആസ് എ പ്രോസസ്, മാനേജ്മെൻറ്റ് ആസ് എ പ്രോസസ് ഓഫ് കൺട്രോളിങ് പ്രോസസ്സസ് പ്രോസസ്സുകളെ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ. ആൻഡ് ഈവൻസ് ടു അച്ചീവ് റിസൾട്ട് ദാറ്റ് ടാർഗറ്റ് എ സ്പെസിഫിക് ഹ്യൂമൻ ബെനിഫിറ്റ് നമുക്ക് ഒരു ഹ്യൂമന് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് റിസൾട്ട് അച്ചീവ് ചെയ്യാനുള്ള ഈവൻസിനെയും പ്രോസസ്സിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്നാണ് മേരി പാർക്കർ ഫോളക്റ്റ് പറഞ്ഞിട്ടുള്ളത്. ഇത്രയാണ് മേരി പാർക്കർ ഫോളക്റ്റിൻ്റെ കോൺട്രിബ്യൂഷൻ. ആൻഡ് അൾട്ടൺ മേരി പാർക്കർ ഫോളക്റ്റിൻ്റെ കോൺട്രിബ്യൂഷനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇഫ് യു ഹാവ് എനി ഡൗട്ട് റിഗാർഡിംഗ് ദിസ് യു ക്യാൻ ആസ്ക്. താങ്ക് യു.